ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. LDC LGSന് വേണ്ടിയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. 2024 വന്ന ചോദ്യമാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏത്? അപ്പൊ ഇങ്ങനെ മുഖമാസിക പലതിന്റെയും PSC ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് പഠിച്ചെടുക്കാം. മുഖപത്രങ്ങൾ, സ്ഥാപനങ്ങൾ. കേളി കേരള സംഗീത നാടക അക്കാദമി. അപ്പൊ ഉത്തരം കിട്ടിയില്ലേ? ഉത്തരം എന്താണ്? കേളിയ. കേളി സംഗീത നാടക അക്കാദമി. കേളി കേരള സംഗീത നാടക അക്കാദമി. ഇനി ഇതിനകത്ത് കൈരളിയൊക്കെ കാണാം. വിജ്ഞാന കൈരളി ഉണ്ട് അല്ലെ? അപ്പൊ വിജ്ഞാന കൈരളി ഏതിൻ്റെതാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെതാണ്. ഭാഷ പഠിച്ചാൽ വിജ്ഞാനം കിട്ടും. കൈരളി കേരളം. അപ്പൊ വിജ്ഞാന കൈരളി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അടുത്തത് പൊലി. നിങ്ങൾ ഓപ്ഷനിൽ കണ്ടു. പൊലി 2024 PSC ചോദിച്ചതാണ്. കേരള ഫോക്ലോർ അക്കാദമിയാണ് പൊലി. കേരള ഫോക്ലോർ അക്കാദമി പൊലി. ഇനി അടുത്തത് നമുക്കറിയേണ്ടത് അക്ഷര കൈരളി. വിജ്ഞാന കൈരളി കണ്ടു, ഇപ്പൊ അക്ഷരം. അപ്പൊ അക്ഷര കൈരളി, അക്ഷരത്തിന്റെ ഇക്ഷര സാക്ഷരതയിലുണ്ട്. കേരള സാക്ഷരതാ മിഷൻ. കേരള സാക്ഷരതാ മിഷൻ. ഇനി ആരണ്യകം. ആരണ്യം എന്ന് വെച്ചാൽ എന്താണ്? കാടാണ്. കേരള വനം വകുപ്പാണ് ആരണ്യകം എന്ന മുഖപത്രം പുറത്തിറക്കുന്നത്. ഇനി ജനപഥം അല്ലെങ്കിൽ കേരള കോളി. കോൾ ചെയ്യുന്നത് നമ്മൾ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു. ജനങ്ങളുടെ പഥം, ജനങ്ങളുടെ കൂട്ടം, പൊതുജന സമ്പർക്ക വകുപ്പിന്റെ പത്രമാണ്, മുഖപത്രമാണ് ജനപഥം അല്ലെങ്കിൽ കേരള കോളിങ്. ഇനി എഴുത്തോല. എഴുത്തോല എന്ന് പറയുമ്പോൾ മലയാളം യൂണിവേഴ്സിറ്റിയുടേതാണ്. മലയാളം യൂണിവേഴ്സിറ്റി എഴുത്തോല. തളിര് കുട്ടികളുടെ അല്ലേ തളിര്? തളിര് മാഗസിൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് തളിര്. തളിരില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞലയാണ്. ബാലസാഹിത്യം അതിൽ നിന്ന് ലഭിക്കും. ശാസ്ത്രഗതി. ശാസ്ത്ര കേരളം, യുറീക്ക. 3 മാസികകളുണ്ട്, മുഖപത്രങ്ങളുണ്ട്. ശാസ്ത്രഗതിയുണ്ട്, ശാസ്ത്ര കേരളമുണ്ട്, യുറീക്ക. യുറീക്ക യുറേക്ക എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയത് ആർക്കിമിഡീസ് ആണ് അല്ലെ? അപ്പോ ബയോന്റെ പ്രിൻസിപ്പൽ. കേരള ശാസ്ത്ര സാഹിത്യ അക്കാദമിയുടെ മുഖപത്രങ്ങളാണ് ശാസ്ത്രഗതി, ശാസ്ത്ര കേരളം, യുറേക്ക. ഇനി കൽപ്പധേനു. കൽപ്പധേനു ആരുടേതാണ്? കേരള കാർഷിക സർവകലാശാലയുടേതാണ് കൽപ്പധേനു. അപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് കലപ്പ. കലപ്പ കൃഷിയുമായി ബന്ധപ്പെട്ടതല്ലേ? അപ്പൊ കൽപ്പധേനു കേരള കാർഷിക സർവകലാശാല. അപ്പൊ കിട്ടിയോ? അപ്പൊ കേളി എന്താണ്? കേരള സംഗീത നാടക അക്കാദമി. വിജ്ഞാന കൈരളി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ ഒരു കൈരളി പഠിച്ചു. അതേത് കൈരളിയാണ് പഠിച്ചത്? ഓർക്കുക, നമ്മള് വിജ്ഞാന കൈരളി കണ്ടു, മറ്റ് അക്ഷര കൈരളി കണ്ടു. അക്ഷര കൈരളി എന്ന് പറയുന്നത് കേരള സാക്ഷരതാ മിഷനാണ്. എഴുത്തോല മലയാളം യൂണിവേഴ്സിറ്റിയാണ്. തളിര് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആരണ്യകം കേരള വനം വകുപ്പാണ്. ജനപഥം കേരള കോളി പൊതുജന സമ്പർക്കമാണ്. പോലി ഓർക്കണം. പോലി കേരള ഫോക്ക് ലോറ്. ലാല നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. പൊലി കേരള ഫോക്ക് ലോർ. കൽപ്പതീനു കൃഷിയാണ്, കാർഷിക സർവകലാശാല. അപ്പൊ ഇതൊരു മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ നിശ്ചിത സമയം കൊണ്ട് ഷുവർ ക്വസ്റ്റ്യൻ സ്മാർട്ടായിട്ട് നമ്മൾ പഠിച്ചു മാറ്റുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് LDCക്കാർക്ക് പോലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സെക്ഷൻസ് വരുന്നുണ്ട്. നീതി ആയോഗ്, നമ്മളുടെ ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ പറയും. അപ്പൊ ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ചെറിയ സമയമായിരിക്കും, കാരണം നമുക്ക് ചെറിയ സമയം, നമ്മുടെ മാർക്കാണ് പ്രധാനം. വേണ്ട മാർക്കുകൾ കിട്ടേണ്ട സെക്ഷൻ ഇതിനകത്ത് പറയും. താങ്ക് യു. ബൈ.